ഈ പരാജയമായാലും അല്ലെങ്കിൽ ജയമായാലും ഒക്കെ തിരഞ്ഞെടുപ്പ് വരും, അതിൽ സ്വാഭാവികമായിട്ട് ഒരു ഫലം വരും. അതിനെ വളരെ പക്വതയോടെ സ്വീകരിക്കാനുള്ള ഒരു ശേഷി രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ വേണം. അല്ലാതെ ഫലം അറിഞ്ഞാൽ പിന്നെ വെട്ടുക, കുത്തുക, അല്ലെങ്കിൽ തെറി പറയുക, ഭീഷണിപ്പെടുത്തുക, പരിഹസിക്കുക ഇത്യാദി കർമ്മങ്ങളുമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന വളരെ നിലവാരമില്ലാത്തൊരു പരിപാടിയിലേക്ക് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പോകുന്നുണ്ട് എന്നത് ഖേദകരമാണ്. അതിൽ ഒരുപാട് സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നിരിക്കുന്നു. അതിൽ ആദ്യത്തേത് കോഴിക്കോട്, അവിടെ ഭീഷണി പ്രസംഗം നടത്തിയത് CPM നേതാവാണ്. അതായത് പ്രകോപനം തുടർന്നാൽ ഫറോക്കിൽ മുസ്ലിം ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ മുന്നറിയിപ്പ്. കേൾക്കാം. ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഇതാണ് അവസ്ഥ. അരിവാള് കൊണ്ട് മറ്റു പലതും അറിയാമെന്നാണ് ഒരു നേതാവ് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ഇനി മലപ്പുറത്തേക്കൊന്ന് പോയാൽ അവിടെ വനിതാ ലീഗിനെതിരെ അധിക്ഷേപവുമായി എത്തുന്നത് LDF സ്ഥാനാർത്ഥി തന്നെയാണ്. വോട്ടിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് എന്നാണ് പരാമർശം. മലപ്പുറം തെന്നല പഞ്ചായത്തിൽ വിജയിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KV മജീദിന്റേതാണ് ഈ വിവാദ പ്രസംഗം. കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കുന്നറിയോ? ഇത്രയും കാര്യങ്ങൾക്കൊക്കെയാണ് തറവാട് നോക്കുന്നത്. അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്യ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് എന്തൊരു മോശം വർത്തമാനമാണ്. ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല എന്നേ നമുക്ക് പറയാൻ കഴിയൂ. അടുത്തൊന്ന് ഇടതുപാളയത്തിൽ നിന്നാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ടതും ഇടത് സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെയാണ്. അടുത്ത ലീഗിൽ നിന്നാണ് ഇതുപോലൊരു ഭീഷണി. മലപ്പുറം വളാഞ്ചേരി കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുകയാണ്. അതായത് യൂത്ത് ലീഗിന്റെ പ്രാദേശിക നേതാവാണ് കക്ഷി. മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കൈയോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്നാണ് ഭീഷണി. കയ്യോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി. മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവരെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തട്ടി മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും പേരെടുത്ത് ഞങ്ങൾ പറയും. ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. CK വിജയനുണ്ട്, വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. CK, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വടിവാളൊക്കെ ആയിട്ടാണ് പോകുന്നത്. വണ്ടി വെട്ടിപ്പൊളിക്കുന്നു, ഒരാളെ വെട്ടാൻ ചെല്ലുന്നു, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഇത്തരം കോലാഹലങ്ങളൊക്കെ വരുന്നത്. ഇത് ഒരു ജയവും പരാജയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ഒരു വാർത്ത, ഓരോ വോട്ടിന് വ്യത്യാസത്തിൽ പരാജയപ്പെട്ട 3 പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ നിന്ന് വർത്തമാനം പറഞ്ഞു പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അതിനിടയിലാണ് ഇമാതിരി ഇതൊക്കെ ഒരല്പം വിവരമെങ്കിലും ഒരു നേതാവ് എന്ന നിലയ്ക്ക് വളർന്നു വരുമ്പോൾ ഉണ്ടാകേണ്ടതല്ലേ? ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനാവില്ല. കാരണം ഇത്രയൊക്കെ മോശമാണ് നമ്മുടെ സമൂഹമെന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ ഇവർ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. 50% സ്ത്രീ സംവരണം നിയമം മൂലം നടപ്പാക്കി അതിൽ വോട്ട് ചോദിച്ച് വോട്ട് നേടി വിജയിച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് എന്തൊരു ഭാഷയാണ് അയാൾ ഉപയോഗിച്ചത്. നമുക്കൊരു പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പോലും കഴിയാത്ത ഭാഷയിലാണ് ആ മലപ്പുറത്ത് തെന്നലയിൽ സ്ഥാനാർത്ഥി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ജയിച്ച അക്രമം, ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിട്ടുള്ള അക്രമം, തോറ്റാൽ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള അക്രമം, ഗാന്ധി പ്രതിമയെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും ആലോചിച്ച് നോക്കുക, ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചും ഗാന്ധിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് ഗാന്ധി പ്രതിമ തകർക്കുന്നത്. ഗാന്ധി പ്രതിമ എന്തോ അവിടുത്തെ DCC പ്രസിഡന്റോ മറ്റോ ആണോ? ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പല സ്ഥലത്തും കാണുന്നത്. ഇവരോട് സഹതപിക്കാനും പരിതപിക്കാനും മാത്രമേ കഴിയൂ. പരസ്യമായി അടികൂടുക, അടി കൂടിയതിനു ശേഷം പേടിച്ചോടുക, ഒരു വിഭാഗം ആയുധങ്ങളുമായി തുരത്തുക, ഇതൊക്കെ ഏതോ ഒരു ബാർബേറിയൻ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ ഭാഗവുമായി കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അവസ്ഥ. സത്യത്തിൽ ഇത്രമാത്രം പുരോഗതിയും വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിൽ 1 വോട്ടിനോ 2 വോട്ടിനോ തോൽക്കുമ്പോഴേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരുകയാണ്. നാളെ ഇവരെല്ലാം ഒരുമിച്ച് തോളിൽ കൈയിട്ട് നടക്കേണ്ടവരാണ് എന്ന ബോധം. അതേപോലെ നമ്മൾ നേരത്തെ കണ്ടൊരു കാര്യമാണ്, ജയിച്ച സ്ഥാനാർത്ഥി വരുന്നതും കാത്ത് തോറ്റ സ്ഥാനാർത്ഥി നിൽക്കുന്നു,
ഒരുമിച്ച് തോളിൽ കൈയും വെച്ച് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും സ്നേഹം പ്രകടിപ്പിച്ചും പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നടക്കുന്നത് നോക്കുക. വീടിൻ്റെ അകത്ത് വടിവാളുമായി കയറി ചെല്ലുക, അതിന് മറുപടിയായി അതിന് മുന്നേ തന്നെ മറ്റൊരു വടിവാളുമായി ലീഗിൻ്റെ പ്രവർത്തകർ ഉണ്ടാവുക, ലീഗും CPM-ഉമായിട്ടുള്ള പ്രശ്നം, ലീഗും CPM-ഉം BJP-യുമായിട്ടുള്ള പ്രശ്നം. ഈ കടലുണ്ടിയിൽ കണ്ട കാഴ്ച എല്ലാവരും അത്ഭുതപ്പെടുന്നു. കടലുണ്ടി പഞ്ചായത്ത് യഥാർത്ഥത്തിൽ LDF നേടിയിരിക്കുന്ന സമയത്താണ് LDF-ൻ്റെ പ്രവർത്തകരും BJP-യുടെ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും വ്യാപകമായ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തത്. ഇത് ഏതെങ്കിലും രീതിയിൽ നേതൃത്വം ഇടപെട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന മെസ്സേജ് ഉണ്ടാക്കുകയും അത് അടിത്തട്ടിൽ വരെ പ്രാവർത്തികമാക്കുകയും ചെയ്തില്ല എങ്കിൽ ഇത് നമ്മളുടെ സമൂഹത്തിൽ കേവലമായ ഒരു അടിയായല്ല അല്ലെങ്കിൽ ഒരു അക്രമമായല്ല, അത് ഏതോ രീതിയിലുള്ള ഒരു ഭീഷണിയായി ആരുടെ തലക്കമുകളിലും ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകും. അത് ഉണ്ടാക്കുക, ഭീതിപ്പെടുത്തുക, അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഇയാൾ മത്സരിക്കാതിരിക്കുക അല്ലെങ്കിൽ ബൂത്ത് ഏജന്റായി പോകാതിരിക്കുക എന്നുള്ളതാണ്. 5 പതിറ്റാണ്ട് കാലം അധ്യാപകനായി ജോലി ചെയ്ത ഒരാളെയാണ് മമ്പറത്ത് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ആക്രമിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അയാൾക്കൊക്കെ പൊതുസമൂഹത്തോട് തോന്നുന്ന ഒരു പ്രതിഷേധം എന്തായിരിക്കും, വിഷമം എന്തായിരിക്കും? ഇത്രയും കാലം അയാൾ ജീവിച്ചതും അറിവ് പകർന്നു കൊടുത്ത കുട്ടികളോടും ആ തലമുറകളെയും അയാൾ എങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക? ഇതൊക്കെ അങ്ങേയറ്റ ആഴത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ആഴത്തിൽ മനസ്സിൽ മുറിവേൽപ്പിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട സമൂഹത്തിൽ ജീവിക്കേണ്ടി വരിക, രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഈ അക്രമം നടത്തിയ ഓരോ ആളും ഇത് ഓർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കൽ പോലും ആശാസ്യമായ ഒരു കാര്യമല്ല. ഇല്ലാത്തൊരു കാലം നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ. കൈ വെട്ടി എറിയുമെന്നൊക്കെ പറയുമ്പോൾ കൈയടിക്കുന്ന ആളുകളാണുള്ളത്, നേതാക്കളാണ് ഇതെല്ലാം. ഒരു സാധാരണ അണി പെട്ടെന്ന് ഒരു ആവേശത്തിൽ പറയുന്നതല്ല, ഒരു 100 പേരെയെങ്കിലും നയിച്ചു കൊണ്ടുപോകുന്ന ഒരു നേതാവാണ് ഇമാതിരി സ്ത്രീകൾക്കെതിരായ പരാമർശം അല്ലെങ്കിൽ അക്രമ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. ഇവരൊക്കെ തിരിച്ചറിയുമെന്ന ഒരു പ്രതീക്ഷയും നമുക്ക് വേണ്ട. പക്ഷേ ഇമാതിരി വർത്തമാനം പറയുന്നവരെയും പ്രവൃത്തി ചെയ്യുന്നവരെയും ഒക്കെ വേണ്ട വിധത്തിൽ പോലീസിൻ്റെ നടപടികളെങ്കിലും ഉണ്ടായാൽ അത്രയെങ്കിലും നല്ലതാണ്. നമുക്ക് നോക്കാം. വളരെ നന്ദി ശ്രീ കെ.